നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി അവനവനെ തന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നുണ്ട്. അവനവൻ്റെ തന്നെ റിയാലിറ്റി അവർ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്? യാഥാർത്ഥ്യം അതാണ്. പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികൾ നമ്മളുടെ അടുത്ത് ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത് പലപ്പോഴും അവരുടെ റിയാലിറ്റി, അവർ ട്വിസ്റ്റ് ചെയ്തെടുത്ത ഈ ഒരു റിയാലിറ്റി, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, അവർക്ക് സമാധാനം തരുന്ന, അവർക്ക് ആശ്വാസം തരുന്ന, അവർക്ക് ഞാനൊരു നല്ല പേഴ്സണാണ്, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കാനായിട്ട് സഹായിക്കുന്ന റിയാലിറ്റി നമ്മളിലേക്കും കൂടി അടിച്ചേൽപ്പിക്കാനാണ് പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അവർ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്? കാരണം അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അല്ലേ? എങ്ങനെയാണ് അങ്ങനെയുള്ളൊരു സ്പേസിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കുന്നത്? എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത്? എങ്ങനെയാണ് അവനവനെ തന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത്? ഇന്ന് നമുക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോയിലൂടെ. എല്ലാവർക്കും സീൻ ആൻഡ് ഹാർട്ട് ക്ലിനിക്കിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടോ, റിലേഷൻഷിപ്സിനകത്ത് വരുന്ന അബ്യൂസീവ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള പാറ്റേൺസിനെ പറ്റിയിട്ടോ ആഴത്തിൽ മനസ്സിലാക്കാൻ എന്നുള്ളത് പലപ്പോഴും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു അവയർനെസ് കുറവായിട്ടിരിക്കുമ്പോൾ പലപ്പോഴും അൺഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ ഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയേഴ്സായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് അത്തരം അവയർനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. മുൻപിലേക്ക് പോകാനും നമുക്ക് നമ്മളോട് തന്നെ നീതി പുലർത്തിക്കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് എന്നുള്ളതിലൂടെയാണ് സീൻ ആൻഡ് ഹാർട്ട് ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നമ്മൾ ഈ ഒരു മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇമോഷണലി സപ്പോർട്ടീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പാരൻറ്റിങ് ശൈലികളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക്, ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്പേസിലേക്കൊക്കെ എങ്ങനെ എത്താം അല്ലെങ്കിൽ അങ്ങനെ എത്തുന്നതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടെല്ലാം തന്നെ നമ്മൾ ടിപ്സും അല്ലെങ്കിൽ അവയർനെസ്സും കൊടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും നിൽക്കുന്നത്. നമുക്ക് വീക്ക്ലി ന്യൂസ് ലെറ്റേഴ്സ് നമ്മളുടെ ഇമെയിൽ വഴി നമ്മളുടെ ക്ലിനിക്കിൽ നിന്ന് സെൻഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സും അങ്ങനെയുള്ള മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷനും ഇമെയിലിലൂടെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മളെല്ലാവരും പറയും അല്ലേ, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ റിയാലിറ്റിയെ വളച്ചൊടിക്കും, നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്യും, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവുന്നത്, നമ്മൾ സെൽഫ് ഡൗട്ടിലേക്ക് പോകുന്നത് എന്നതൊക്കെ. ഈ വീഡിയോ കാണുന്ന ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നാർസിസത്തിനെ പറ്റിയിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ഈ ഒരു കാര്യം. എന്നാൽ നമുക്ക് പലപ്പോഴും അറിയാത്തൊരു കാര്യമാണ് എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന്. നമ്മൾ ഡോൺ ഗോ ഡീപ്പാണ്, ആ ടെക്നിക്കാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഡോക്ടർ രാമണി പറഞ്ഞിട്ടുള്ള ഡോൺ ഗോ ഡീപ്പ് എന്ന് പറയുമ്പോൾ ഡോണ്ട് ഡിഫെൻഡ്, ഡോണ്ട് എൻഗേജ്, ഡോണ്ട് എക്സ്പ്ലെയിൻ, ഡോണ്ട് പേഴ്സണലൈസ്, ഈ ടെക്നിക്കുകളൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യരുത്, എൻഗേജ് ചെയ്യരുത്, ഡിഫെൻഡ് ചെയ്യരുത് എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ധാരണയുണ്ടായിരിക്കും. ലൂപ്പിൽ പോയിട്ട് അവർ സംസാരിച്ച് നമ്മളെ കൂടി കൺഫ്യൂസ്ഡ് ആക്കുമെന്നും നമ്മൾ അവസാനം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നും അതുകൊണ്ട് തന്നെ എൻഗേജ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ മാനസികാരോഗ്യത്തിന് നല്ലത് എന്നുള്ളതെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയുന്ന വിഷയങ്ങളാണ്. എന്നാൽ ഇതിൽ അവസാനം പറഞ്ഞ ഡോണ്ട് പേഴ്സണലൈസ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് വളരെ ഡിഫിക്കൾട്ടാണ്. അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ. ഡോണ്ട് പേഴ്സണലൈസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളെ ഉദ്ദേശിച്ചാണ് എന്നെടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ അത് വളരെ ബാധിക്കുന്നുണ്ട്. നമ്മളുടെ ഉള്ളിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് അതുണ്ടാക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും ഒരു സെക്യൂർ ആയിട്ടുള്ളൊരു സ്പേസിൽ നിന്ന് അവരെ ഡീൽ ചെയ്യാനും നമ്മളുടെ സെൽഫിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കാനും നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പേഴ്സണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവരുടെ ബിഹേവിയേഴ്സ് എല്ലാം ഇങ്ങനെയാണല്ലോ, നമ്മളെ ഹേർട്ട് ചെയ്യുന്നതാണല്ലോ, നമ്മളെ ഹാം ചെയ്യുന്നതാണല്ലോ, അവർക്ക് ഇൻറ്റൻഷൻ ഉണ്ടല്ലോ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം, അവരുടെ സ്വന്തം കാര്യങ്ങൾ നടത്തിയെടുക്കണം, നമുക്ക് എങ്ങനെയായാലും പ്രശ്നമില്ല എന്നുള്ളൊരു ഇൻറ്റൻഷൻ അവർക്കുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ പേഴ്സണലൈസ് ചെയ്യാതിരിക്കും? അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ നാർസിസം എന്ന് പറഞ്ഞ കണ്ടീഷൻ്റെ ഡീപ്പറായിട്ടുള്ള ലെയേഴ്സിലേക്ക് പോകേണ്ടി വരുന്നത്. എവിടെയാണോ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രെയിറ്റ് ഒരു വ്യക്തിക്കുണ്ട് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അയാൾ കുറച്ച്
സൂപ്പർഫിഷ്യലാണ്, അയാൾ കുറച്ച് വാനിറ്റി ഉള്ള ഒരാളാണ്, അങ്ങനെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ സന്തോഷം ലഭിക്കുന്ന ഒരാളാണ്, അയാൾ കുറച്ച് അഹങ്കാരിയാണ് എന്നതല്ല നാർസിസ്റ്റിക് ആയിട്ടുള്ള ട്രെയ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനേക്കാളും ഒരുപാട് ആഴമുണ്ട്, ഒരുപാട് ആഴമുള്ള ഒരു ട്രെയ്റ്റാണ്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ സ്റ്റേറ്റാണ് നാർസിസം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് അവർ റിയാലിറ്റിയെ ട്വിസ്റ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെപ്പറ്റി തിരിച്ചറിയേണ്ടുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി അവനവനെ തന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നുണ്ട്. അവനവനെ തന്നെ ആ വ്യക്തി സത്യം എന്താണ് എന്നുള്ളതിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട്. അവിടെയാണ് ഈ കാര്യങ്ങളുടെ എല്ലാം തുടക്കം നിൽക്കുന്നത്. എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാവുന്നത്? നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റി എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ സാധാരണ നോർമൽ റിയാലിറ്റി, നമ്മളുടെയൊക്കെ ജീവിതം ജീവിക്കുന്ന വളരെ നോർമൽ റിയാലിറ്റി എന്താണ്? നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരാണ്. നമ്മളെല്ലാവരും സാധാരണ ഒരു മനുഷ്യൻ്റെ റെസ്പോൺസിബിലിറ്റീസുമായിട്ട് മുന്നോട്ട് പോകുന്നു. ജീവിതമെന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സാധനമോ ഭയങ്കര ദുരന്തം പിടിച്ചൊരു സാധനം ആവണമെന്നില്ല. വളരെ നോർമൽ ബോറിംഗ് ആയിട്ടുള്ള റുട്ടീനിൽ പോകുന്ന ഒരു ലൈഫായിരിക്കും സാധാരണ ജീവിതം എന്ന് പറയുന്നത്. ഈ റിയാലിറ്റി എന്ന് പറയുന്നത്, അതായത് അതുപോലെ മറ്റാളുകൾ നമ്മളുടെ അടുത്ത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്തേക്കാം, ചിലപ്പോൾ അവർ പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്തേക്കാം. എല്ലാ ആളുകൾക്കും അവനവൻ്റേതായിട്ടുള്ള നീഡ്സ് ഉണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, വ്യക്തിത്വങ്ങളുണ്ട്, അവനവൻ്റേതായിട്ടുള്ള പല രീതികളുണ്ട്. ഇത് ചിലതൊക്കെ നമുക്ക് ഓക്കെ ആയിരിക്കും, ചിലത് നമുക്ക് ഓക്കെ ആവണമെന്നില്ല. ചിലത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവർ സത്യങ്ങളായിട്ട് നമ്മളോട് തുറന്നു പറഞ്ഞു തന്നിരിക്കും. അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സിനകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യരെങ്ങനെ ഇടപെടുന്നത്, നമ്മളുടെ അടുത്ത് പറയുന്നത് നമ്മൾ വേണ്ടത് ഉൾക്കൊള്ളും, വേണ്ടാത്തത് വിട്ടുകളയും, അല്ലാത്ത നമുക്ക് തന്നെ വേണം കറക്റ്റ് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ തിരുത്തും. ഇതൊന്നും നമ്മളുടെ സെൽഫിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, നമ്മളുടെ ഒരു സെൽഫ് കോൺസെപ്റ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഈ പറഞ്ഞതൊന്നും. എന്നാൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഈ റിയാലിറ്റി എന്ന് പറയുന്നത് അയാൾക്ക് ഹേർട്ട്ഫുള്ളാണ്. സാധാരണ നോർമൽ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അർത്ഥം ഞാൻ ഇൻഫീരിയർ ആണ് എന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ അടുത്ത് ഒരാൾ എൻ്റെ ഒരു മിസ്റ്റേക്കിനെ പറ്റി ചൂണ്ടിക്കാണിക്കുന്നു, അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടായിരിക്കാം അയാളത് പറയുന്നത്. എന്നാൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് എന്നെ തരം താഴ്ത്തുന്നതാണ്, എന്നെ ഇൻഫീരിയർ ആക്കുന്നതാണ്, എന്നെ തോൽപ്പിക്കാനാണ് ആ വ്യക്തി അങ്ങനെ പറയുന്നത്, എന്നെ തരം താഴ്ത്തി ലോകത്തിൻ്റെ മുൻപിൽ കാണിക്കാനാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ എന്തും എനിക്ക് എൻ്റെ സെൽഫിനെ ഇൻഫീരിയർ ആണെന്നും വർത്ത്ലെസ് ആണെന്നും ഞാൻ മോശക്കാരനാണ് എന്നുള്ള മെസ്സേജസ് തരുന്നതാണ് നോർമൽ റുട്ടീനിൽ വരുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ഫീലിങ്സ് ട്രിഗർ ആവുമ്പോൾ സാധാരണ ആളുകൾക്കും ഈ പറയുന്ന ചെറിയ ഇൻഫീരിയർ ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് നിങ്ങളുടെ ഡ്രസ്സിങ് അത്ര കൊള്ളൂല കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ അയാളതെല്ലാം നോർമലായിട്ട് എടുക്കണമെന്നൊന്നുമില്ല, അയാളുടെ ഉള്ളിലും ഹേർട്ടായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഹേർട്ടായിട്ടുള്ള ഫീലിങ്സിനെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ഡീൽ ചെയ്യുന്നത് അത് ഫീൽ ചെയ്യും, ഹേർട്ട് ഫീൽ ചെയ്യും, കുറച്ചൊരു സെൽഫ് ഡൗട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ 2-3 പേരോട് അഭിപ്രായം ചോദിച്ചെന്നിരിക്കും എൻ്റെ ഡ്രസ്സ് കൊള്ളൂലേ എന്നുള്ളത്. അങ്ങനെ ഒരു അഭിപ്രായമൊക്കെ കിട്ടി അതിൻ്റെ അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് മരണത്തിനോട് ഉപമിക്കാവുന്ന അത്രയും ഒരു ഹേർട്ടൊന്നും അതുണ്ടാക്കുന്നില്ല. അത് അങ്ങനെ പറഞ്ഞു എന്ന് കരുതി എൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സും കൊളാപ്സ്ഡ് ആവുന്നില്ല. എന്നാൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അങ്ങനെയല്ല. അങ്ങനെയുള്ള ഒരു കമൻറ്റ് പോലും അയാളുടെ ഉള്ളിലത്തെ ആ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കൊളാപ്സ് ചെയ്യുന്നതാണ്. അതായത് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ഉള്ളിൽ ഈ പറയുന്ന ഇൻഫീരിയർ ഫീലിങ്സിനെ വരാതിരിക്കുന്നതിന് വേണ്ടി, ഷെയിം വരാതിരിക്കുന്നതിന് വേണ്ടി, സെൽഫ് ബ്ലെയിം വരാതിരിക്കുന്നതിന് വേണ്ടി, ആ ഒരു ഞാൻ മോശമാണ് എന്നുള്ളൊരു ഫീലിംഗ് അടുത്തു കൂടെ പോലും പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഹോൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത്. ആ ഹോൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ ബിൽഡ് ചെയ്തിരിക്കുന്നത് ആ ഷെയിമിൻ്റെ പുറത്താണ്. ഈ ഷെയിമിൻ്റെ പുറത്ത് അത് ബിൽഡ് ചെയ്തിരിക്കുമ്പോൾ അതിനെ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? പുറത്തുനിന്ന് സപ്ലൈ വേണം. സപ്ലൈ കിട്ടിയാൽ മാത്രമാണ് ഈ ഇൻറ്റേർണൽ സ്ട്രക്ചർ നിലനിൽക്കുകയുള്ളൂ. ഈ സപ്ലൈ കിട്ടുന്നതിലൂടെയാണ് ഞാൻ ഭയങ്കര നല്ലൊരാളാണ് എന്നുള്ള ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള എന്നാൽ ഒരു പുറമേക്കുള്ള മാസ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റുന്നത്. ഞാൻ ഭയങ്കര സൂപ്പറായിട്ടുള്ള ആളാണ്, ഞാൻ വേർത്തി ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ നല്ലൊരു മനുഷ്യനാണ്, ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നൊരു മനുഷ്യനാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കി നടത്തുന്ന ഒരാളാണ് എന്നുള്ളതിൽ നിന്ന് തുടങ്ങി ആ ഒരു നാർസിസ്റ്റിക് ഫാൻറ്റസീസിനെ പറ്റി നമ്മൾ സംസാരിച്ചല്ലേ, ആ ഒരു രീതിയിലെല്ലാം ഫാൻറ്റസീസിലേക്ക് എത്താനും മാത്രം വേർത്തി ആയിട്ടുള്ളൊരു ആളാണ് എന്നുള്ള ആ ഒരു
മൈൻഡ് അവിടെ നിലനിർത്തുന്നത്. അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരു സ്പ്ലിറ്റിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഞാൻ ഗുഡാണ് അല്ലെങ്കിൽ ഞാൻ ബാഡാണ് എന്ന് പറയുമ്പോൾ അതൊരു നോർമൽ റേഞ്ച് അല്ല നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. എസ്പെഷ്യലി ക്ലസ്റ്റർ ബിയിലേക്ക് വരുമ്പോൾ ബോർഡർ ലൈൻ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗുഡ് ഓർ ബാഡ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ നല്ല കുട്ടി അല്ലെങ്കിൽ ചീത്ത കുട്ടി അതല്ല, അതിനേക്കാളും വളരെ ആഴത്തിലുള്ളതാണ്. ചീത്ത കുട്ടി എന്ന് പറഞ്ഞാൽ, ബാഡായിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വർത്ത്ലെസ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ വളരെ നികൃഷ്ടനായിട്ടുള്ള, വളരെ ഡൗൺ ആയിട്ടുള്ള, ഒന്നിനും കൊള്ളാത്ത, വെറും വേസ്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്നുള്ള അർത്ഥമായിരിക്കും ചിലപ്പോൾ അതിനുള്ളത്. ഏറ്റവും നല്ല ആളെന്ന് പറയുമ്പോൾ വളരെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള, വളരെ ഏഞ്ചലിക് ആയിട്ടുള്ള, വളരെ നന്മയുടെ അത്രയും ഔന്നിത്യമുള്ള ഒരാൾ. അങ്ങനെ അത്രയും ഡിഫറൻസ് ഉണ്ട് ഈ രണ്ടും തമ്മിൽ. ഈ ഡിഫറൻസിനെ, ഈ രണ്ട് ഡിഫറൻസും സ്വിച്ച് ചെയ്യുമ്പോൾ അത്രമാത്രം ഡിഫിക്കൾട്ടാണ് പലപ്പോഴും ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. ബോർഡർ ലൈൻ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഹൈ ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരു സ്പേസ് എന്നുള്ളതിലേക്ക്, ആ ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് എന്നുള്ളതിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം അവർ റിയാലിറ്റിയെ ഫുള്ളി ട്വിസ്റ്റ് ചെയ്ത് ആ സ്പേസിലേക്ക് പോകുന്നില്ല. അവരെവിടെയാണ് നിൽക്കുന്നത്? അവർ ഞാൻ മോശമാണ് എന്നുള്ള സംഭവത്തിനകത്തേക്ക് തന്നെയായിരിക്കും അവർ കൂടുതലും കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻറ്റേർണലിയുള്ള ഡിസ്കംഫർട്ട് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആങ്സൈറ്റി ഭയങ്കര സിവിയർ ആയിരിക്കും. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഷെയിം ഭയങ്കര സിവിയർ ആയിരിക്കും. വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്പേസിൽ നിൽക്കാതിരിക്കാൻ കുഞ്ഞിലേ മുതലേ അയാളുടെ ബ്രെയിൻ എന്താണ് പഠിച്ചത്? ഒരു വലിയൊരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാനാണ്. ഈ സ്ട്രക്ചർ എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ ഡൗൺ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകരുത്. അപ്പോൾ ഡൗൺ ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുന്നത് എന്താ? റിയാലിറ്റിയാണ്. റിയാലിറ്റിയിൽ ആൾക്കാർ പറയുന്ന ചില കമൻറ്റുകളായിരിക്കാം, ചില നോട്ടങ്ങളായിരിക്കാം, ആളുകളുടെ ചില അസ്വസ്ഥതകളായിരിക്കാം, നമ്മൾ തന്നെ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഉദാഹരണത്തിന് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്ലൈ കിട്ടാനില്ലാത്ത ഒരു നോർമൽ കടമ ചെയ്യുക എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇൻഫീരിയർ ആണ് എന്നർത്ഥം വരുന്നൊരു കാര്യമാണ്. ഞാനെന്താ നിൻ്റെ വേലക്കാരനാണോ, ഞാനെന്താ നിൻ്റെ വേലക്കാരിയാണോ എന്നൊക്കെയുള്ള രീതിയിലത്തെ തോന്നലുകൾ ഉണ്ടാക്കുന്നതാണ് നോർമൽ റുട്ടീനായിട്ടുള്ളൊരു കടമ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയും മോശമായിട്ടുള്ളതിലേക്ക് പോകും എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ആ ഒരു ഷെയിമിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി അയാളുടെ ബ്രെയിൻ കുഞ്ഞിലേ മുതലേ ഒരു വലിയൊരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ഡിഫെൻസുകൾ വഴി, ഒരുപാട് ഡിനയൽ ഉണ്ട് അതിനകത്ത്. ഇതല്ല റിയാലിറ്റി, ഇതെൻ്റെ കടമയാണ്, ഞാൻ നോർമലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നോ, അതല്ല റിയാലിറ്റി. റിയാലിറ്റി എന്ന് പറയുന്നത് ഇതൊന്നും എന്നെ പോലുള്ള ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇതൊന്നും ഞാൻ ഇത്രയും സ്പെഷ്യലായിട്ടുള്ള ഒരാളാകുമ്പോൾ എനിക്ക് വേണ്ടി മറ്റുള്ളവർ ആക്കി തരേണ്ടുന്ന കാര്യങ്ങളാണ്. എനിക്കതിന് അർഹതയുണ്ട് എന്നുള്ള രീതിയിൽ ഡിനയലുണ്ട്. അതിനകത്ത് റിയാക്ഷൻ ഫോർമേഷനുണ്ട്. എന്താണ്? ഞാൻ വളരെ നല്ലൊരാളാണ്, എൻ്റെ മനസ്സിലത്തെ ചിന്ത എന്താ ശരിക്കും എൻ്റെ അകത്തുള്ളത്, എന്താ പറയുക, നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ശരിക്കും വേറൊരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ മറ്റൊരാളെ ഹേർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഫീലിംഗ് എൻ്റെ ഉള്ളിലുണ്ട്. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട്. എന്നാൽ റിയാക്ഷൻ ഫോർമേഷൻ എന്നുള്ള ഒരു ഡിഫെൻസ് മെക്കാനിസം വഴി അവരതിനെ ട്വിസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഞാൻ ശരിക്കും പക്ഷെ മറ്റുള്ളവർക്ക് നന്മ വരണം എന്ന് ഒരാളാണ് എന്നുള്ള രീതിയിൽ അതിനെ ട്വിസ്റ്റ് ചെയ്യാണ്. അതുപോലെ പ്രൊജക്ഷൻ അവർ യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എൻ്റെ ഉള്ളിലാണ് ശരിക്കും എന്തുള്ളത്, ഞാൻ ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരുടെ വേലക്കാരനായി പോവോ, വേലക്കാരിയായി പോവോ എന്നുള്ള ഫീലിംഗ് ഉള്ളത്. ഉടനെ അത് പ്രൊജക്റ്റ് ചെയ്തിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നിങ്ങൾക്കാണ് അങ്ങനെ ഒരു തോന്നലുള്ളത്, അതുകൊണ്ടാണ് നീ എനിക്ക് ചെയ്യുന്ന ചെറിയൊരു കാര്യം പോലും നീ ചെയ്യാതിരിക്കുന്നത്. നിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കോംപ്ലക്സുകൾ ഉള്ളതുകൊണ്ടാണ്, നിനക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്, എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള പലവിധ ഡിഫെൻസ് മെക്കാനിസംസും പലവിധ സൂത്രവേലകളും എല്ലാം കൊണ്ട് ഒരുപാട് ഡിഫെൻസീവായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്തെടുത്തുകൊണ്ട് അതിനകത്ത് റാഷണലൈസേഷനുണ്ട്, ജസ്റ്റിഫിക്കേഷനുണ്ട്, പല 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 സംഭവങ്ങൾ ഉപയോഗിച്ച് സ്വയം ന്യായീകരിക്കുന്നതുണ്ട്, നിങ്ങൾക്കാണ് പ്രശ്നം എന്നുള്ളതുണ്ട്. ഇതിനെയെല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു സംഭവമാണ് ഡെല്യൂഷൻ എന്നുള്ളത്. നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി ആക്ച്വലി ഡെല്യൂഷണലാണ്. ഈ ഒരു എലമെൻറ്റ് പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നൊരു പോയിൻ്റാണ്. അവർ റിയാലിറ്റിയിലല്ല അതുകൊണ്ട് നിൽക്കുന്നത്, അല്ല, അവർ ഡെല്യൂഷണലാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ ഇല്ലാക്കഥകൾ മെനയുന്നവരാണ്. അവരുടെ മനസ്സിൽ തന്നെ അവരങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ ഇരുന്ന് അതിനെ അങ്ങനെ പ്രോസസ്സ് ചെയ്ത് അവർ ഉടനെ ഈ ഒരു വട്ടത്തിലിട്ട് കറക്കി എടുത്ത് അവർ ഈ സ്ട്രക്ചറിനകത്ത് ബിൽഡ് ചെയ്തതിനകത്ത് കറക്കി എടുത്ത ഒരു ഔട്ട്പുട്ട് എന്താ വരുന്നത്? എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല,
എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാത്ത ഒരാളാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അർഹിക്കുന്ന ഒരാളാണ്, ഞാൻ ശരിക്കും ഇന്ന രീതിയിലെല്ലാം ഉള്ള ഒരു പേഴ്സണാണ് എന്നുള്ള രീതിയിൽ ഒരു ഗ്രാൻഡിയോസ് ആയിട്ടുള്ള എൻടൈറ്റിൽഡ് ആയിട്ടുള്ള റിയാലിറ്റിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വിശ്വാസങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്യുന്നവരാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ഗ്യാസ് ലൈറ്റ് ചെയ്യുമ്പോൾ അവനവനെ തന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഉള്ളിൽ തന്നെ അവർ ഇത്തരം കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് അവർക്ക് ആ ഒരു മാസ്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ശരിക്കും ആ ഒരു മാസ്ക് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി കൊളാപ്സ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഈ പറയുന്ന ഹോൾ സാധനം കൊളാപ്സ് ചെയ്യും. കാരണം എന്താണ്? ഇത് അൺറിയലാണ്, ഇതൊന്നും റിയാലിറ്റി അല്ല. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, അതാണ് റിയാലിറ്റി ആയിട്ടുള്ളത് അല്ലേ? അതിലല്ല അവർ ജീവിക്കുന്നത്. അവർ ജീവിക്കുന്നത് അവരുടെ തന്നെ ഈ ഒരു ഫാൻറ്റസി വേർഷനിലാണ് അവർ ജീവിക്കുന്നത്. അവർ ഈ പറഞ്ഞ ഫാൻറ്റസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവർ ജീവിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ സാധനത്തിന് ചെറിയൊരു പോറൽ വരുമ്പോൾ അവർ റേജിലേക്ക് പോകുന്നത്. അതിനെയാണ് നമ്മൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഇഞ്ചുറി എന്ന് പറയുന്നത്. നമ്മൾ നാർസിസ്റ്റിക് ഇഞ്ചുറി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ അവർക്ക് ഈ പറഞ്ഞ സാധനത്തിന് കോറൽ വീഴുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറയണം, നിങ്ങൾ അത്ര വലിയ നല്ല ആളൊന്നല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തും തെറ്റുകളില്ലേ, നിങ്ങളന്ന് ഇങ്ങനെയല്ലേ ചെയ്തത് എന്ന് പറയുമ്പോൾ അവരുണ്ടാക്കി വെച്ച ഈ ഒരു ഹോൾ സ്ട്രക്ചറിന് ഇളക്കം തട്ടുകയാണ്. ആ ഇളക്കം തട്ടുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്, അവർക്കത് സഹിക്കാൻ പറ്റില്ല. കാരണം എങ്ങോട്ടാണ് പോകുന്നത്? നേരെ താഴെയുള്ള സ്പ്ലിറ്റിങ്ങിലത്തെ താഴെയുള്ള ബ്ലാക്ക് എന്നുള്ള സ്പേസിലേക്കാണ് അത് പോകുന്നത്. അങ്ങനെ പോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഉടനടി അവർ റേജ്ഫുള്ളായി. കാരണം അതവരെ നമ്മൾ ആ ഒരു ബ്രെയിനിൻ്റെ സ്റ്റേറ്റുകൾ പറയുമ്പോൾ അത് ഉടനടി അവർക്ക് ഫൈറ്റ് റെസ്പോൺസ് ഉണ്ടാക്കും. ആ ഒരു ഫൈറ്റ് റെസ്പോൺസിൽ പോകുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? നമ്മളെ തിരിച്ചറ്റാക്ക് ചെയ്യും. തിരിച്ചവർ ഈ സാധനം റീബിൽഡ് ചെയ്യാൻ നോക്കുകയാണ്. അല്ല, നിൻ്റെ കുഴപ്പമാണ്, നീ അങ്ങനെയായിട്ടാണ്, നീ ഇങ്ങനെയായിട്ടാണ്, നീ അതാണ്, അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റ് ചെയ്യാൻ ശ്രമിക്കും, അങ്ങനെ എങ്ങനെയെന്നുള്ള രീതിയിൽ പറയും, മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്കറിയാമല്ലോ, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ആ ഒരു അറ്റാക്ക് എന്നുള്ള ആ ഒരു ഫൈറ്റ് റെസ്പോൺസിലേക്ക് പോകുമ്പോൾ ഒരുപാട് പേർക്ക് ഭയം ഉണ്ടാവുന്നത് അവിടെയാണ്. കാരണം നമുക്കതുകൊണ്ടാണ് ആ വാക്കിംഗ് ഓൺ എക്ഷൽസ് എന്നുള്ള ഫീലിംഗ് വരുന്നത്. കാരണം ഞാൻ എന്ത് ചെയ്താലാണ് ഇവരുണ്ടാക്കി വെച്ച ഈ സ്ട്രക്ചർ പൊളിയുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് വളരെ ഭയന്നിട്ടാണ് നമ്മൾ ആ ഒരു സ്പേസിലൂടെ നടക്കുന്നുണ്ടായിരിക്കുക. അതിനെയാണ് വാക്കിംഗ് ഓൺ എക്ഷൽസ് എന്ന് നമ്മൾ പറയുന്നത്. സോ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ഈ സ്ട്രക്ചറിന് ചെറിയൊരു ഇളക്കം തട്ടുമ്പോൾ അവർ ഉടനടി ഒരു റേജിലേക്ക് പോവും, ദേഷ്യത്തിലേക്ക് പോവും. ഉടനടി നമ്മളവിടെ പേടിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം റിയൽ ആണ് എന്നുള്ളൊരു അഷ്വറൻസാണ് അവർക്ക് കിട്ടുന്നത്. കണ്ടോ, ഈ വ്യക്തി ഒതുങ്ങി, ഇപ്പം മനസ്സിലായില്ലേ എൻ്റെ തെറ്റല്ലാന്ന്, എൻ്റെ കുഴപ്പമില്ലാന്ന് മനസ്സിലായില്ലേ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ക്ലിയർ ആണെന്ന് മനസ്സിലായില്ലേ എന്നുള്ള രീതിയിലാണ് അവർ ആ സത്യത്തിനെ എടുക്കുന്നത്. അല്ലാതെ നമ്മൾ നമ്മൾ അവരെ ഭയന്നിട്ടാണ് മിണ്ടാതിരുന്നതെന്നല്ല. അപ്പം മനസ്സിലായല്ലോ, നിൻ്റെയാണ് തെറ്റെന്ന് മനസ്സിലായല്ലോ, അപ്പം അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ഭാഗത്താണ് ശരി, എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല, എൻ്റെ ഭാഗം ഫുൾ ക്ലിയർ ആണ്, ഞാൻ വളരെ നല്ല ആളാണ് എന്നുള്ള മൂഢസ്വർഗത്തിലേക്ക് തിരിച്ചു പോകാനാണ് അയാൾക്ക് അതിലൂടെ സാധിക്കുന്നത്. ആ ഒരു മൂഢസ്വർഗത്തിലേക്ക് പോവുകയും പിന്നെയും ഈ സ്ട്രക്ചർ കെട്ടിപ്പൊക്കുകയും അവർ ഓക്കെ ആയിട്ടിരിക്കുകയും ചെയ്യും. എന്നാൽ ഇത് റിയാലിറ്റിയിലല്ലാത്തത് കൊണ്ട് അടുത്തൊരു നിമിഷത്തിലെ അടുത്തൊരു ചെറിയൊരു കാര്യം മതി എഗെയിൻ ഇതിന് ചെറിയൊരു പോറൽ വരാൻ. കാരണം ഇത് ഫാൻറ്റസിയാണ്, ഇത് റിയാലിറ്റി അല്ല. അയാളുടെ മനസ്സിൽ വളരെ കുഞ്ഞുനാളിൽ 2, 3, 4, 5 വയസ്സിലൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണിത്. അതിന് ഒരു ഉറപ്പും ഉണ്ടാവില്ല അല്ലേ? അതുകൊണ്ട് അടുത്തൊരു നിമിഷം ചെറിയൊരു കാര്യം വരുമ്പോൾ എഗെയിൻ ഇത് ബ്രേക്ക് ആവും. ഇനി ചില സന്ദർഭങ്ങളിൽ ഇത് ഒത്തിരി റിയാലിറ്റി ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിലോ, ഇതെന്തായാലും തെറ്റാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് ഇൻഫർമേഷൻ അയാളുടെ ബ്രെയിനിലേക്ക് വരികയാണെങ്കിലോ ഈ ഹോൾ സ്ട്രക്ചർ കൊളാപ്സ് ചെയ്യും. ഈ കൊളാപ്സ് ചെയ്യുന്നതിനെയാണ് നാർസിസ്റ്റിക് കൊളാപ്സ് എന്ന് പറയുന്നത്. ഉടനടി നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾ ഒരു ഫ്രീസ് റെസ്പോൺസിലേക്ക് പോകും, ഒരു ഷട്ട് ഡൗണിലേക്ക് പോകും. നമ്മൾ ആ 4 ട്രോമ റെസ്പോൺസ് പറഞ്ഞതിൽ ഏറ്റവും ആ ഒരു ഷട്ട് ഡൗൺ എന്നുള്ള സ്പേസിലേക്ക് പോവുകയും കുറച്ച് ഡിപ്രസ്ഡ് ആയി പോവുകയും ഒരുപാട് ഡൗൺ ആയി പോകുന്നതായിട്ടും കാണാൻ പറ്റും. എന്നാൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾ അതിൽ നിന്ന് പിന്നെയും ഈ സ്ട്രക്ചർ റീബിൽഡ് ചെയ്ത് തിരിച്ചു കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം അവരുടെ മനസ്സിൽ ഈ റിയാലിറ്റി ട്വിസ്റ്റ് ചെയ്യുന്ന പരിപാടികളുള്ളതുകൊണ്ട്, ഡെല്യൂഷണൽ ആയതുകൊണ്ട് അവരെഗെയിൻ ഈ ഒരു സ്ട്രക്ചർ തിരിച്ച് ബിൽഡ് ചെയ്യും. ഈ സ്ട്രക്ചർ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ നോർമലായിട്ടുള്ളൊരു ലൈഫ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ലീഡ് ചെയ്യാൻ പറ്റുന്നത്. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരാൾ മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ ചിരിച്ച് കാണിക്കുന്നു, ഇയാളുടെ മനസ്സിൽ എന്താ നടക്കുന്നതെന്നുള്ളത് പുറമേ ഉള്ള ഒരാൾ കാണുന്നില്ല അല്ലേ? അതുകൊണ്ടാണ് ഏറ്റവും അടുത്ത ആളുകൾക്ക് മാത്രം ഇതിൻ്റെ ബുദ്ധിമുട്ട് തിരിച്ചറിയാൻ പറ്റുന്നത്. കാരണം ജസ്റ്റ് ഇമാജിൻ, ഈ വ്യക്തി പുറമേന്ന് ഒരാളെ കാണുന്ന സമയത്ത് ഇയാളുടെ ഉള്ളിൽ നാർസിസ്റ്റിക് ഇഞ്ചുറി ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചു.
പക്ഷേ ആ ഒരു ഇഞ്ചുറി ഉണ്ടാകുന്ന രീതിയിൽ സംസാരിച്ചെങ്കിൽ കൂടിയും ഇത് പുറമേ നിന്നുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ടും അയാളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തീരും എന്നുള്ളത് കൊണ്ടും അയാൾക്ക് താൽക്കാലികമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് അത് പെട്ടെന്ന് അവസാനിപ്പിച്ച് വിടാനൊക്കെ സാധിക്കുന്നുണ്ടായിരിക്കും. അയാളുടെ ഉള്ളിൽ ആ ഒരു ഇഞ്ചുറിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിൻഡിക്റ്റീവ്നെസ് വന്നാലും ഒരു ദേഷ്യവും റേജും ഒക്കെ വന്നാലും അത് ആ ഒരു നീഡ് എന്നുള്ളത് അയാളുടെ ഈ പുറമേക്കുള്ള ഒരു ഇമേജിനെ ബാധിക്കരുതെന്നുള്ള രീതിയിൽ നിലനിർത്താൻ അയാൾക്ക് സാധിക്കുന്നത് ആ ഇൻട്രാക്ഷൻ്റെ അളവ് കുറച്ച് മതി എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ക്ലോസിലി ഇടപെടുന്ന ആളുകളാകുമ്പോൾ എന്ത് പറ്റും, ആ ഇൻട്രാക്ഷൻ്റെ അളവ് ഒന്ന് കൂടുതലാണ്. 2, ഇവരെൻ്റെ ഈ പറഞ്ഞ റേജ് എല്ലാം അനുഭവിക്കേണ്ടവരാണ്. ഉദാഹരണത്തിന് ഞാൻ ചെലവിന് കൊടുക്കുന്നവരാണ്, അതുകൊണ്ട് എനിക്ക് എന്തും ആവാം എന്നുള്ള എൻടൈറ്റിൽമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടേക്ക് അയാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഗുഡ് ഇമേജ് ഒന്നും നിലനിർത്താൻ ശ്രമിക്കില്ല. ഞാൻ എന്തിനു കഷ്ടപ്പെട്ട് എൻ്റെ എനർജി മുഴുവൻ ചിലവാക്കി ഗുഡ് ഇമേജ് നിലനിർത്താൻ ശ്രമിക്കണം? കാരണം എനിക്ക് എന്തും ചെയ്യാനായിട്ടുള്ള അവകാശം എനിക്കുണ്ട്, അതിനുള്ള റൈറ്റ് എനിക്കുണ്ട്. കാരണം നിങ്ങൾ എൻ്റെ അധീനതയിൽ നിൽക്കുന്നവരാണ് എന്നുള്ളൊരു മൈൻഡിലേക്ക് അവർ വരുന്നത് കൊണ്ട് തന്നെ ക്ലോസിലി ഇടപെടുന്നവരും ഇവരിൽ നിന്ന് ഇൻട്രാക്ഷൻസ് വരുന്നവരും ഓവർലാപ്പ് ഉണ്ടാവുന്നവരും ഇവരിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളും ട്രാൻസാക്ഷൻസ് നടത്തുന്നവരുമൊക്കെ ആയിരിക്കും ഏറ്റവും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. കാരണം അവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി എന്തിനു കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ സ്ട്രക്ചറിലൊക്കെ നിന്നുകൊണ്ട് അതിലും മുകളിലേക്ക് മാസ്ക് വെച്ച് നല്ല പേഴ്സണായിട്ട് കഷ്ടപ്പെട്ട് ഫോൺ ചെയ്യണം? കാരണം നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആ നല്ല മുഖഭാവം കാണിക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയല്ല. ആ മാസ്ക് നിലനിർത്തണമെങ്കിൽ അയാൾ അത്രമാത്രം ഫോൺ ചെയ്യണം, അത്രമാത്രം അയാൾ ആ പീപ്പിൾ പ്ലീസിങ്ങിൻ്റെ മുഖംമൂടി എടുത്തണിയണം. കാരണം ശരിക്കും ഉള്ളിൽ ഇതൊന്നും അല്ല നടക്കുന്നതല്ലേ. ഈ ഒരു രീതിയിൽ നിന്ന് നോക്കുമ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആ റിയാലിറ്റി ട്വിസ്റ്റ് ചെയ്യുന്നതാണ് അയാളെ സംബന്ധിച്ച് ഈ ഒരു സംഭവങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് അയാളെ സഹായിക്കുന്നത്. ഇനി അയാൾക്ക് തന്നെ അറിയാമോ ഇതൊക്കെ പ്രശ്നമാണെന്ന്? ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ അയാൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഇതൊക്കെ പ്രശ്നമാണെന്ന്. കാരണം പുറമേക്ക് ഈ ഒരു മുഖംമൂടി നിലനിർത്തുക എന്ന് പറയുന്നത് അത്രമാത്രം ശ്രമകരമായിട്ടുള്ള കാര്യമാണല്ലോ. പക്ഷേ അവിടെയാണ് അടുത്ത ഒരു പോയിൻ്റ് ഉള്ളത്. നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുടെ വിശ്വാസം എല്ലാ മനുഷ്യരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അവരോട് നല്ല രീതിയിൽ പെരുമാറിയാലും അവരതിനെ എടുക്കുന്നത് നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ പെരുമാറുന്നു എന്നേ അവരെടുക്കുകയുള്ളൂ. കാരണം അവരങ്ങനെയാണ്. അതുകൊണ്ട് അവരുടെ വിചാരം ലോകത്തിലെ എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ്. അങ്ങനെയാണ് അവർ സ്വയം ജസ്റ്റിഫൈ ചെയ്യുന്നതും. കാരണം അവരുടെ മനസ്സിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതും അവരുടെ ഉള്ളിൽ എന്താണ്, ഈ റിയാലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന അടുത്തൊരു കാര്യമാണ്. എല്ലാ മനുഷ്യരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എമ്പതി കാണിക്കുന്നു, സ്നേഹം കാണിക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ബ്രെയിൻ അതിനെ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? അയാളുടെ ബ്രെയിൻ അതിനെ റീഡ് ചെയ്യുന്നത് അയാൾക്ക് വീക്കാണ്, അയാൾക്ക് എൻ്റെ നിന്ന് എന്തോ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്, അത്രയും വീക്കായതുകൊണ്ടാണല്ലോ അയാൾക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്നത്. കാരണം ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരാൾക്ക് ആവശ്യങ്ങൾ വരില്ല, അവർക്ക് സ്വന്തം എല്ലാം ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ എന്നിൽ നിന്ന് എന്തോ ആവശ്യമുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്താ, എനിക്ക് അവരെ അബ്യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. സോ ഈ പറഞ്ഞ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതെല്ലാം തന്നെ റിയാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വേണ്ടി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം റിയാലിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ഞാൻ ഇൻഫീരിയറാണ്, ഞാൻ മോശമാണ് എന്നുള്ള ഫീലിങ്സ് ഉണ്ടാക്കുന്നതാണ്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റിയാലിറ്റി എന്നുള്ളതാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രു. ആ റിയാലിറ്റി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മെൻ്റൽ ജിംനാസ്റ്റിക്സ് എല്ലാം നടത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റിയാലിറ്റി എന്നുള്ളത് തന്നെയാണ് അവരുടെ കൊളാപ്സിലേക്ക് കൊണ്ടുപോകുന്നതും. ഈ പറഞ്ഞ ഒരു രീതിയിൽ ഈ സ്ട്രക്ചർ നിലനിർത്തുന്നതിൻ്റെ സ്വയമേ തന്നെ അവർ ഗ്യാസ് ലൈറ്റ് ചെയ്യും, സ്വയമേ തന്നെ ഈ ഒരു മൂഢസ്വർഗത്തിൽ ജീവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത് വഴി നമ്മളെയും കൂടി ആ മൂഢസ്വർഗത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ് അവർ ചെയ്യുന്നത്. എങ്കിൽ നമ്മൾ ആ മൂഢസ്വർഗത്തിലേക്ക് നമ്മളും കൂടി പോവുകയാണെങ്കിലോ അവരുടെ റിയാലിറ്റി ഒന്നും കൂടി അവർക്ക് കൺഫേം ചെയ്യാം അല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വിശ്വസിച്ചതെല്ലാം കറക്റ്റ് തന്നെയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ പലപ്പോഴും പറയുന്ന പല കാര്യങ്ങളും എൻ്റെ മൂഢസ്വർഗമാണ് ശരി, അല്ലാത്തതെല്ലാം തെറ്റാണ്, എൻ്റെ മനസ്സിലെ റിയാലിറ്റിയാണ് ശരിക്കുള്ള റിയാലിറ്റി എന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കാനാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇയാളുടെ ഉള്ളിൽ നടക്കുന്നുണ്ടെന്ന് പുറമേ കാണുന്ന നമുക്കറിയാൻ സാധിക്കുമോ? പുറമേ കാണുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇത് ശരിയല്ല, ഇങ്ങനെയല്ല എല്ലാ മനുഷ്യരും, ഇത് നിങ്ങളുടെ ഒരു മൂഢസ്വർഗമാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള റിയാലിറ്റി ഇതല്ല നോർമലായിട്ടുള്ള റിയാലിറ്റി. നോർമലായിട്ടുള്ള റിയാലിറ്റി എന്ന് പറയുന്നത് ഇത്രയും ഡൗൺ ആയി പോവുകയും ഇത്രയും സൂപ്പറായി പോവുകയും വേണ്ട ആവശ്യമൊന്നുമില്ല ഈ ലോകത്ത്. വളരെ നോർമലായിട്ട് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെയാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നുണ്ടായിരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ. എന്നാൽ ഈ സമൂഹത്തിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരും ഒരുപാടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സിനിമയിലും പൊളിറ്റിക്സിലും അങ്ങനെയുള്ള പുറമേയുള്ള സമൂഹ മാധ്യമങ്ങളിലെല്ലാം അവരിത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അവർ വിശ്വസിക്കുകയാണ് അതാണ് റിയാലിറ്റി എന്നുള്ളത്. ഈ രീതിയിൽ നോക്കുമ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾ
അയാൾ ഏറ്റവും കൂടുതൽ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത് അവനവനെ തന്നെയാണ്. എന്തിനാണ്? ഞാൻ മോശമാണ്, ഞാൻ ഇൻഫീരിയർ ആണ് എന്നുള്ളൊരു ആങ്സൈറ്റി വരാതിരിക്കുന്നതിന് വേണ്ടി, ഇൻഫീരിയർ ആണ് എന്നുള്ളൊരു ഷെയിം എൻ്റെ ഉള്ളിൽ ഒട്ടും വരാതിരിക്കുന്നതിന് വേണ്ടി. കാരണം അതിൻ്റെ അർത്ഥം ഞാൻ വീക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഷെയിം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷെയിം ഉണ്ടെന്ന് അംഗീകരിക്കാൻ തന്നെ അവർക്ക് പറ്റില്ല. കാരണം അങ്ങനെയുണ്ട് എന്ന് പറയുന്നത് തന്നെ ഞാൻ ഇൻഫീരിയർ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലും ആ റിയാലിറ്റി പോലും അവർ അംഗീകരിക്കുകയില്ല. ഇങ്ങനെ റിയാലിറ്റിക്ക് എതിരെ വർക്ക് ചെയ്യുന്ന ഒരാളോട് എത്ര തെളിവ് കൊടുത്തിട്ടും എത്ര മനസ്സിലാക്കി കൊടുത്തിട്ടും എത്ര പറഞ്ഞു കൊടുത്തിട്ടും എന്താ കാര്യം? അവരെ സംബന്ധിച്ചിടത്തോളം ഈ മൂഢസ്വർഗ്ഗമാണ് അവർക്ക് സേഫ്റ്റി. ആ സേഫ്റ്റി മാത്രമേ അവർക്ക് അറിയുള്ളൂ. കുഞ്ഞിലേ മുതലേ ഇതല്ലാത്ത ഒരു ലോകത്തിൽ അവർ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തൊക്കെ നമ്മൾ ശ്രമിച്ചാലും പലപ്പോഴും അവർ ഈ ഒരു മൂഢസ്വർഗ്ഗം മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. കാരണം അതിലാണ് അവർക്ക് സന്തോഷം, അതിലാണ് അവർക്ക് ഹാപ്പിനെസ്, അതിനകത്താണ് അവർക്ക് സേഫ്റ്റി. നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമാണ് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളൂ. അല്ലാതെ നമ്മൾക്ക് പുറമേയുള്ള നമ്മളുടെ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വന്ന് അവർക്കൊരു ലൈഫ് എന്നുള്ളത് അവർ അതിന് തയ്യാറല്ല. കാരണം അതിൻ്റെ അർത്ഥം അവർ ഈ നാർസിസ്റ്റിക് ഇഞ്ചുറി സഹിക്കേണ്ടി വരും, ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള കൊളാപ്സ് സഹിക്കേണ്ടി വരും. അവരെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ നാവിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കിൽ സെറ്റും അവർക്ക് കുഞ്ഞിലേ മുതലേ ലഭിച്ചിട്ടില്ല. അത്രമാത്രം ആഴത്തിലുള്ളതാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ഷെയിം എന്നുള്ളത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലത്തെ വിഷയങ്ങൾ ക്ലാരിറ്റി കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, കമൻറ്റിലൂടെ രേഖപ്പെടുത്താമോ? ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.